അപ്പോൾ മോർണിംഗ് ഷോ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ സന്ദർശിക്കുകയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവായിട്ട് ഒരു പടുകൂറ്റൻ മണൽ ചിത്രം തൃശ്ശൂരിൽ ഒരുങ്ങുന്നുണ്ട്. മണൽ ചിത്രകാരനായ ബാബുവാണ് ഈ ചിത്രം തീർത്തത്. അപ്പോൾ ഇന്ത്യയിലെ 51 സ്ഥലങ്ങളിൽ നിന്നുള്ള മണൽ ശേഖരിച്ചാണ് ഈ ചിത്രം ഒരുക്കുന്നത്. ഈ ഗോകുലം ഗോപാലേട്ടൻ്റെ ഒരു സംരക്ഷണത്തിലാണ് ഈ മണൽ ചിത്രം. ഗോപാലേട്ട, തൃശ്ശൂരിലൊരു മണൽ ചിത്രം ഉണ്ടെന്ന് പറഞ്ഞു ബാബുവിന്റെ. അങ്ങനെ സംഭവം നാളെ പ്രധാനമന്ത്രിക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ്. ആദരവ് ഇവിടെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ, അതായത് നരേന്ദ്രമോദി എന്ന് വെച്ചാൽ ഈ ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം ഇവിടെ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ മണൽ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഗോപാലേട്ടൻ കണ്ടോ? അത് ഞാൻ കണ്ട ഇപ്പം വളരെ വർഷങ്ങളായിട്ട് നല്ല മണ്ണ് കൊണ്ട് പല ആൾക്കാരും, പ്രധാനമന്ത്രിന്റെ മാത്രം ചീഫ് മിനിസ്റ്റർ എല്ലാവരും ഫോട്ടോകൾ വരച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതൊരു കലാകാരനെ എങ്ങനെ സഹായിക്കണോ അതേപോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇങ്ങനൊരു കാര്യം മോഡി വരുന്നതുകൊണ്ട് 52 അടി ഉയരത്തിലുള്ള ഒരു ചിത്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായസാണ്. കാരണം മോദിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മോദി. അദ്ദേഹത്തിന് കേരളത്തിൽ വരുമ്പോൾ അവരൊക്കെ അനുമോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുന്നത് ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ വന്നിട്ടുണ്ട്. സന്തോഷം. ഹോട്ടലിലെ ഉദ്ഘാടനം സംബന്ധിച്ച് വന്നതാണ് അല്ലേ? സന്തോഷം. അമ്മ സൗഖ്യമായിരിക്കുന്നല്ലോ? സൗഖ്യമായിരിക്കുന്നു. അപ്പോൾ ഒരെണ്ണം പറയാൻ വന്ന് പൂർത്തിയാക്കാം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്റർനാഷണൽ മുഴുവനും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം 51 അടിയുടെ ചിത്രം ഒന്ന് തൃശ്ശൂർ വരുമ്പം കാണിക്കുക എന്നുള്ളത് അദ്ദേഹം പലതും കണ്ടിട്ടുണ്ടാകും. പക്ഷേ മലയാളികളായ ഒരു നല്ലൊരു കലാകാരനുണ്ടാക്കിയ ഒരു ചിത്രം, അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. അത്രമാത്രമേ. നല്ല കാര്യം. മണികണ്ഠൻ താങ്കളുടെ യൂട്യൂബ് സന്ദേശം സ്ഥിരമായിട്ട് ഞങ്ങള് രാവിലെ കാണണം. ഓക്കെ, സന്തോഷം. താങ്കൾ പറഞ്ഞ നന്നായി. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ ഈ മോർണിംഗ് ഷോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ മണൽ ചിത്രത്തിന്റെ ഒരു പാക്കേജ് നിങ്ങൾ കണ്ടോളൂ. ഗോപാലേട്ടനാണ് ഇത് ശരിക്കും ഈ മണൽ ചിത്രം നരേന്ദ്രമോദിയോടുള്ള ആദര സൂചകമായിട്ട് അവതരിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ജന്മനാടായ വഡോദരയടക്കം ഇന്ത്യയിലെ 51 സ്ഥലങ്ങളിലെ മണ്ണുപയോഗിച്ചാണ് കൂറ്റൻ ചിത്രം നിർമ്മിച്ചത്. നല്ല ഒരു ചിത്രം, ഏതൊരാൾക്കും നമ്മളെ നാട്ടിലെ ഒരു കലാകാരനെ പറ്റി അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചിത്രമാണ്. അതാണ് ബാബു വളരെ കൊല്ലങ്ങളായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കലാബോധമുള്ള ഒരാളാണ്. ചിത്രം വരയിലും അസാമാന്യമായ ചിത്രങ്ങളൊക്കെ മണ്ണിൽ കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ചില്ല് കൊണ്ട് ഉണ്ടാക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക കലാവിരുന്നുകളാണ്. മോദിയോടുള്ള ആരാധനയാണ് ഇത്തരമൊരു ചിത്രം തയ്യാറാക്കാൻ പ്രേരണയായതെന്ന് ബാബു ഇടക്കുന്നി പറയുന്നു. ഈ ഒരു ചിത്രം ചെയ്യാനായിട്ട് ഞാൻ സമീപിച്ചപ്പോൾ അതിൻ്റെ ചിലവ് തന്നെ ചിലവുണ്ടായാലും ഞാനത് വഹിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വിജയിച്ചു. ആ വിജയിക്കൽ തന്നെയാണ് പ്രധാനം. പിന്നെ എനിക്ക് ചെയ്ത് പരിചയമുണ്ട്. മുമ്പ് 30 അടി ഉയരത്തിൽ ഗാന്ധിയുടെ ചിത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 51 അടി ഉയരത്തിൽ അതും 10 ദിവസം കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷമായിരുന്നു. എന്നാലും രാവും പകലും കഷ്ടപ്പെട്ടാലും തീർത്തു. 10 ദിവസമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. നിറങ്ങൾക്ക് പകരം മണൽപ്പൊടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 51 അടി ഉയരമുള്ള ചിത്രം ലോക റെക്കോർഡാകുമെന്നാണ് വിലയിരുത്തൽ. 51 ഗ്രാമങ്ങളിലെ നരേന്ദ്രമോദിജിയുടെ ജന്മഗ്രാമം ഉൾപ്പെടെ 51 ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ശരിക്കും നാനാത്വത്തിൽ ഏകത്വം, നമ്മുടെ രാജ്യം ഒന്നാണ് എന്നുള്ളൊരു വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മെഗാ തിരുവാതിരയിൽ 2000 അംഗമാരാണ് ഒരേ താളത്തിൽ ചുവടുവച്ചത്. ായി 24 തൃശൂർ.